ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കടൽ കുതിര എന്ന ജീവിയെ പറ്റിയാണ്. കടൽ കുതിരകൾ കടൽ മത്സ്യമാണ്. അവ സിഗ്നാത്തിഡേ എന്ന കുടുംബത്തിൽപ്പെട്ട ഹിപ്പോകാമ്പസ് ജനസിൽപ്പെട്ട ഒരു സുതാര്യ മത്സ്യമാണ്. ഹിപ്പോകാമ്പസ് എന്നത് രണ്ട് ഗ്രീക്ക് വാക്കുകൾ ചേർന്ന് ആണ് ഉണ്ടായിട്ടുള്ളത്. ഹിപ്പോ എന്നാൽ കുതിര എന്നാണ് അർത്ഥം. കാമ്പസ് എന്നാൽ വൻജല ജന്തു എന്നും ഇവയെ ഉഷ്ണമേഖല കടലുകളിൽ കാണപ്പെടുന്നു. കടൽ കുതിരകളുടെ വലിപ്പം ഏതാണ്ട് 16 മില്ലിമീറ്റർ മുതൽ 35 സെൻറ്റിമീറ്റർ വരെ ആണ്. കടൽ കുതിരകളിൽ ആൺവർഗമാണ് പ്രസവിക്കുക. ഏകദേശം 50 സ്പീഷീസ് കടൽ കുതിരകളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. കടൽ കുതിര ഒരു അത്യന്തം വിചിത്രവും മനോഹരവുമായ സമുദ്ര മത്സ്യമാണ്. ഇതിൻ്റെ ശരീരം കുതിരയുടെ തല പോലെയും വാൽ പാമ്പ് പോലെയും കാണപ്പെടുന്നു. കടൽ കുതിരകൾ ചെറുതായ മത്സ്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ ജീവിത രീതി വളരെ പ്രത്യേകതയുള്ളതാണ്. കടൽ കുതിരകൾ ചെറു ആഴമുള്ള കടലിടുക്കുകളിലും പവിഴപ്പുറ്റുകളിലും കടൽ ചേനകളുടെ ഇടയിലും ജീവിക്കുന്നു. കടൽ കുതിരകളെ തണുത്തതോ ചൂടുള്ളതോ ആയ തീരപ്രദേശ ജലങ്ങളിൽ കാണപ്പെടുന്നു. ഇവ മാംസാഹാരികൾ ആണ്. കടൽ കുതിരകളുടെ പ്രധാന ആഹാരങ്ങൾ ചെറുപ്ലാങ്ക്ടൺ, ചെറുപുഴുക്കൾ, കുഞ്ഞുങ്ങൾ തുടങ്ങിയവയാണ്. നീണ്ട മൂക്ക് പോലുള്ളവയായി ഉപയോഗിച്ച് ഇവ ചെറുജീവികളെ ചൂഷണം ചെയ്ത് ഭക്ഷിക്കുന്നു. കടൽ കുതിരകളിൽ ആൺ കടൽ കുതിര കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്നത്. പെൺ കടൽ കുതിര തൻ്റെ മുട്ടകൾ ആണ് കടൽ കുതിരയുടെ ബ്രെഡ് പൗച്ച് എന്ന തലയ്ക്കടിയിലെ ചാക്കിലേക്ക് ഇടുന്നു. ആൺകടൽ കുതിരയുടെ ശരീരത്തിൽ മുട്ടകൾ വളർന്ന് 2 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. കടൽ കുതിരകൾ ഒരിക്കൽ 50 മുതൽ 150 വരെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ സ്വതന്ത്രമായി നീന്തുകയും ആഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. കടൽ കുതിരകളുടെ കുഞ്ഞുങ്ങൾ കടൽ ചേനകളിൽ ഒളിച്ചു ജീവിക്കുന്നു. കാരണം അവ ചെറുതായതിനാൽ മറ്റ് മത്സ്യങ്ങൾ അവയെ പിടിച്ചു തിന്നാൻ സാധ്യതയുണ്ട്. കടൽ കുതിരകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവയുടെ നീളമുള്ള വാൽ ഉപയോഗിച്ച് കടൽ ചേനകളിലും പാറകളിലും പിടിച്ചു നിൽക്കാനായി അവയ്ക്ക് കഴിയും. കടൽ കുതിരയുടെ ശരാശരി ആയുസ് 1 വർഷം മുതൽ 5 വർഷം വരെയാണ്. കടൽ കുതിരയുടെ ആയുസ്സിനെ ബാധിക്കുന്ന ഘടകങ്ങൾ അവയുടെ വലിപ്പം, ജലത്തിൻ്റെ താപനില, ശത്രുക്കൾ എന്നിവ ഒക്കെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.